ഹായ് ഓൾ, വെൽക്കം ടു നീറ്റ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഈ വീഡിയോയിൽ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 4th കിങ്ഡമാണ് കിങ്ഡം പ്ലാന്റ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കിങ്ഡം പ്ലാന്റയിലെ മെമ്പേഴ്സ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ കിങ്ഡം പ്ലാന്റയിൽ യൂക്യാരിയോട്ടിക് ആയിട്ടുള്ള ക്ലോറോഫിൽ കണ്ടെയ്നിങ് ഓർഗാനിസംസ് ആണ് ഉള്ളത്. അതായത് യൂക്യാരിയോട്സ് ആയിരിക്കും. പിന്നെ വേറൊരു പ്രത്യേകത, ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ക്ലോറോഫിൽ ഒരു പിഗ്മെൻ്റ് ആണ്. ഈ പിഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉള്ള ഓർഗാനിസംസ്, അതുപോലെ തന്നെ അവർ യൂക്യാരിയോട്സും ആയിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് കിങ്ഡം പ്ലാന്റയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പ്ലാന്റ്സ് എല്ലാം ഓട്ടോട്രോപിക് അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. ചില പ്ലാന്റ്സ് പാർഷ്യലി ഹെട്രോട്രോപിക് ആയിരിക്കും. ചില പ്ലാന്റ്സ്. അതെങ്ങനത്തെ ആയിരിക്കും? ഒന്നുകിൽ അവർ ഇൻസെക്ടിവോറസ് ആയിരിക്കും, അതായത് ഇൻസെക്ട്സിനെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നവർ. ഇല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയിരിക്കും. ഒന്നുകിൽ ഇൻസെക്ടിവോറസ് ആയിരിക്കും, ഇല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയിരിക്കും. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ബ്ലാഡർ വേർട്ട്, വീനസ് ഫ്ലൈ ട്രാപ്പ്, അതൊക്കെ. അപ്പം നമ്മൾ വീനസ് ഫ്ലൈ ട്രാപ്പിൻ്റെയൊക്കെ പിക്ചറൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ലീഫ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിലേക്ക് ഏതെങ്കിലും ഇൻസെക്റ്റ് വന്നിരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ലീഫ് ഇങ്ങനെ അടഞ്ഞിട്ട് ആ ഇൻസെക്റ്റിന് അവർ ഫുഡായിട്ട് എടുക്കും. അങ്ങനെയുള്ളവരാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. എക്സാമ്പിൾ ബ്ലാഡർ വേർട്ട്, വീനസ് ഫ്ലൈ ട്രാപ്പ്. ഇനി പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഒരു സസ്യത്തിൻ്റെ അല്ലെങ്കിൽ വേറെ ഒരു ജീവിയിൽ ജീവിച്ചിട്ട് വേറൊരു പ്ലാന്റിൽ ജീവിച്ചിട്ട് അതിൻ്റെ ന്യൂട്രീഷനെ അബ്സോർബ് ചെയ്തെടുക്കുന്നു. അതിന് എക്സാമ്പിളാണ് കസ്ക്യൂട്ട. ഈ പാരസൈറ്റിക് പ്ലാന്റ് നമ്മൾ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നത് ഇത്തിളാണ്. മാവിലൊക്കെ പ്രധാനമായിട്ടും കാണും ഇത്തിള്. അതൊരു പാരസൈറ്റിക് പ്ലാന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ മൂടില്ലാത്താളി എന്നൊക്കെ പറയുന്ന ഒരു വള്ളി പോലെ കിടക്കുന്നുണ്ട്, മൂടില്ലാത്താളി. അതൊക്കെ പാരസൈറ്റ്സിന് എക്സാമ്പിളാണ്. അത് വേറൊരു പ്ലാന്റിൽ ജീവിച്ചിട്ട് അതിൻ്റെ ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്തെടുക്കും. ഇനി പ്ലാന്റ് കിങ്ഡത്തിലെ ആൾക്കാർ, അതായത് പ്ലാന്റ്സിൻ്റെ സെൽ വോള് സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. സെൽ വോൾ ഈസ് മെയ്ഡ് ഓഫ് സെല്ലുലോസ്. പ്ലാന്റ് കിങ്ഡത്തിൽ തന്നെയുള്ള മെമ്പേഴ്സിനെ 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. അതായത് കിങ്ഡം പ്ലാന്റയെ തന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിൻ്റെ ബേസിസിൽ ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ഇത് ടെറിഡോഫൈറ്റ്സ് എന്നാണ് വായിക്കുന്നത്, പി സൈലൻ്റ് ആണ്. പിന്നെ ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്, അങ്ങനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോന്നിനെ പറ്റിയും അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. പ്ലാന്റ്സിൻ്റെ ലൈഫ് സൈക്കിളിൽ 2 ഫേസസ് ഉണ്ട്. അതായത് ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസും ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റിക് ഫേസും. ഇനി ഈ 2 ഫേസസ്, അതായത് ഡിപ്ലോയിഡ് ഫേസും ഹാപ്ലോയിഡ് ഫേസും, അല്ലെങ്കിൽ സ്പോറോഫൈറ്റിക് ഫേസും ഗ്യാമറ്റോഫൈറ്റിക് ഫേസും, ഇങ്ങനെ ഒന്ന് മാറി ഒന്നായിട്ട് അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതിനെയാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. അതായത് ആദ്യം തന്നെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സ്പോറോഫൈറ്റിക് സ്റ്റേജ് ഉണ്ടായിരിക്കും. അതായത് 2N. ഡിപ്ലോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻസിൻ്റെ കേസിൽ നമുക്ക് 46 ക്രോമസോംസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിപ്ലോയിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ 2N സ്റ്റേറ്റ് എന്ന് പറയും. ഇനി ഇതിൻ്റെ നേരെ പകുതി, അതായത് 23 ക്രോമസോംസ് ആണ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഹാപ്ലോയിഡ് സ്റ്റേറ്റ് എന്ന് പറയും ഹ്യൂമൻസിൻ്റെ കേസിൽ. അതുപോലെ ഓരോ ഓർഗാനിസത്തിൻ്റെയും അതിൻ്റെ ഫുൾ സെറ്റ് ക്രോമസോമിനെയാണ് ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഹാഫേ ഉള്ളെങ്കിൽ ഹാപ്ലോയിഡ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ്, ഈ സ്പോറോഫൈറ്റിൽ മിയോസിസ് നടക്കും. മിയോസിസിൽ നമ്മൾ പറഞ്ഞു, മിയോസിസ് നടക്കുമ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ളത് മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ട് മാറും. അപ്പോൾ മിയോസിസിലൂടെ 2N ആയിരുന്നത് N ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ആയിട്ട് മാറും.
സ്പോറോഫൈറ്റിൽ മിയോസിസ് നടന്ന് സ്പോർസ് ആയിട്ട് മാറി. ഈ സ്പോർസ് ഹാപ്ലോയിഡ് ആണ്. ഇനി സ്പോർസിൽ എന്ത് നടക്കും? മൈറ്റോസിസ് നടക്കും. അപ്പോൾ മൈറ്റോസിസിൽ നമ്മൾ പറഞ്ഞു N ആണെങ്കിൽ മൈറ്റോസിസ് കഴിയുമ്പോഴും N തന്നെയായിരിക്കും. അപ്പോൾ മൈറ്റോസിസിലൂടെ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടായി. ഗ്യാമറ്റോഫൈറ്റ് എങ്ങനെയാണ്? ഹാപ്ലോയിഡ് ആണ്. സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആയിരുന്നു, ഗ്യാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ സെക്സ് സെൽസ് ഉള്ളതാണ്, സെക്സ് സെൽസ് ആണ്. അപ്പോൾ ഈ ഗ്യാമറ്റോഫൈറ്റ് ഒന്നെങ്കിൽ എഗ് ആയിരിക്കും അല്ലെങ്കിൽ സ്പേം ആയിരിക്കും. ഇനി ഈ എഗ്ഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ N+N അല്ലേ, അപ്പോൾ എന്തായിരിക്കും ഉണ്ടാകുന്നത്? 2N, അതായത് ഡിപ്ലോയിഡ് ആയിട്ടുള്ളൊരു സൈഗോട്ട് ഫോം ചെയ്യും. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഹാപ്ലോയിഡ് ആയിട്ടുള്ള 2 ഗ്യാമറ്റോഫൈറ്റ് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും. ഇനി ഈ സൈഗോട്ടിൽ മൈറ്റോസിസ് ആണ് നടക്കുന്നത്. അപ്പോൾ സൈഗോട്ടിന് ഇവിടെ 2N ആണ്. അപ്പോൾ 2Nൽ മൈറ്റോസിസ് നടന്ന 2N തന്നെയാണ് കിട്ടുക. അപ്പോൾ സ്പോറോഫൈറ്റ് വീണ്ടും ഫോം ചെയ്യും. അതായത് ആദ്യം ഡിപ്ലോയിഡ് ആയിരുന്ന സ്പോറോഫൈറ്റ്, അതിൽ മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർ ഉണ്ടായി. ഈ സ്പോറിൽ മൈറ്റോസിസ് നടന്നിട്ട് അഗെയിൻ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടായി. 2 ഗ്യാമറ്റോഫൈറ്റ്സ് ഫ്യൂസ് ചെയ്ത്, അതായത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടായി. ഡിപ്ലോയിഡ് സൈഗോട്ടിൽ മൈറ്റോസിസ് നടന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് ഉണ്ടായി. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ ലൈഫ് സൈക്കിളിൽ ഈ 2 ഫേസസും ഇങ്ങനെ മാറി മാറി വരും. അതിനെയാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ ലാസ്റ്റ് കിങ്ഡം, കിങ്ഡം ആനിമേലിയ. ഇതിലുള്ളത് ഹെറ്ററോട്രോപിക് യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. അതായത് ഇവർ ഓട്ടോട്രോപ്സ് അല്ല, ഇവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ഹെറ്ററോട്രോപിക് യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് കിങ്ഡം ആനിമേലിയയിലുള്ളത്. അതുപോലെ ഇവർ മൾട്ടി സെല്ലുലാർ ആയിരിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഇവർക്ക് സെൽ വോൾ ഇല്ല. സെൽസിന് സെൽ വോൾ ഇല്ല. പ്ലാന്റ്സിൻ്റെ കേസിൽ സെൽ വോൾ സെല്ലുലോസ് കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. ആനിമേലിയയിൽ സെൽ വോൾ ഇല്ല. ഇനി ഇവരുടെ ഫുഡ് എന്താ? ബോഡിക്കകത്തുള്ള ഒരു ഇൻറ്റേർണൽ ക്യാവിറ്റിക്കകത്താണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. ബോഡി ആണെങ്കിൽ ബോഡിയുടെ അകത്തൊരു ഇൻറ്റേർണൽ ക്യാവിറ്റി ഉണ്ടായിരിക്കും, അതിലാണ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഡൈജസ്റ്റഡ് ഫുഡിനെ എന്താണ്? ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഫുഡ് സ്റ്റോറേജ് എങ്ങനെയാണ്? ഗ്ലൈക്കോജൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടാണ് ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി ഫുഡ് നമ്മൾ കഴിക്കുകയല്ലേ, അകത്തേക്ക് ഇൻറ്റേർണൽ ക്യാവിറ്റിയിലായിട്ട് അങ്ങനെ നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതായത് ഇൻജഷൻ ഓഫ് ഫുഡാണ്. അങ്ങനെയുള്ള ന്യൂട്രീഷനെയാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഫുഡ് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ന്യൂട്രീഷനെ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയും. ഇനി ഇവർ ന്യൂട്രീഷനൊക്കെ കിട്ടിയിട്ട് വളർന്ന് അഡൾട്ടായിട്ട് മാറും. അഡൾട്ട് ആകുമ്പോൾ ഒരു പ്രത്യേക സൈസ്, ഷേപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഡെഫിനിറ്റ് ഗ്രോത്ത് പാറ്റേണിലൂടെ വളർന്ന് ഒരു അഡൾട്ടായിട്ട് മാറും കിങ്ഡം ആനിമേലിയയിലെ മെമ്പേഴ്സ്. ഇനി ഇതിൽ തന്നെ യൂക്യാരിയോട്ടിക് ഹെറ്ററോട്രോപ്സ് ആണ്. അപ്പം യൂക്യാരിയോട്ടിക് ആണ് ഹെറ്ററോട്രോപ്പിക്കും ആണെങ്കിൽ അത് ആനിമേലിയയിൽ ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ ഉറപ്പായിട്ടും ലോവർ ഫോംസും ഹയർ ഫോംസും എല്ലാം കാണും. അതിൽ ചെറിയ ജീവികൾ മുതൽ വലിയ ജീവികൾ വരെ കാണും. ഇങ്ങനെ ഹയർ ആയിട്ടുള്ള ഫോംസ്, അതായത് ഹ്യൂമൻ ബീയിങ്സിനൊക്കെ എലാബറേറ്റ് ആയിട്ടുള്ള സെൻസറി ആൻഡ് ന്യൂറോ മോട്ടോർ മെക്കാനിസം ഉണ്ട്. നമ്മുടെ ഇപ്പം മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യന് കൂടുതൽ സെൻസറി ആൻഡ് ന്യൂറോ മോട്ടോർ, അതായത് നമ്മുടെ നാഡീഞരമ്പുകൾ തമ്മിലുള്ള നമുക്കിപ്പോൾ പെട്ടെന്ന് റിഫ്ലെക്സ് ആക്ഷൻ അല്ലെങ്കിൽ ചുറ്റുപാടിലുള്ള സെൻസ് ചെയ്യാനുള്ള കഴിവ്, അതൊക്കെ ഹയർ ഫോംസിൽ നല്ല എലാബറേറ്റ് ആയിട്ടുള്ളതായിരിക്കും. ഇനി കൂടുതൽ ആനിമൽസിനും മൂവ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദം ആർ കേപ്പബിൾ ഓഫ് ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്. അങ്ങനെ കൂടുതൽ ആനിമേലിയയിലെ മെമ്പേഴ്സിനും ലോക്കോമോഷനുള്ള കഴിവുണ്ട്. അതുപോലെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ കോപ്പുലേഷൻ വഴിയാണ് നടക്കുന്നത്. അതിൽ നിന്ന് എംബ്രിയോ ഉണ്ടായി, എംബ്രിയോ ഡെവലപ്പ് ചെയ്താണ് പുതിയൊരു ഓസ്പ്രിങ് ആയിട്ട് മാറുന്നത്. കിങ്ഡം ആനിമേലിയ, കിങ്ഡം പ്ലാന്റ്, ഇതിനെ രണ്ടിനെയും കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
ഇനി 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടാത്ത കുറച്ച് മൈക്രോബ്സിനെ പറ്റിയാണ് ഇനി. അതിൽ ആദ്യത്തത് വൈറസ് ആണ്. വൈറസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് വെനം ഓർ പോയിസണസ് ഫ്ലൂയിഡ് എന്നാണ്. അതായത് വിഷം, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ വൈറസിനെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 1892 ഡിമിട്രി ഇവാനോസ്കി എന്ന് പറയുന്ന ഒരാൾ നോക്കിയപ്പോൾ ടൊബാക്കോ പ്ലാന്റിൽ മൊസൈക്ക് ഡിസീസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസീസ് വന്നു. ഇതുണ്ടാക്കിയ കോസേറ്റീവ് ഏജൻറ്റ്, അതായത് ഇത് വരാൻ കാരണമായത് ഒരു മൈക്രോ ഓർഗാനിസം ആണെന്ന് ഡിമിട്രി ഇവാനോസ്കി കണ്ടുപിടിച്ചു. അതായത് 1892 ഡിമിട്രി ഇവാനോസ്കിയുടെ സ്റ്റഡീസിൽ നിന്ന് അയാൾ ഒരു കാര്യം കണ്ടെത്തി. ടൊബാക്കോ പ്ലാന്റിലെ മൊസൈക്ക് ഡിസീസ് കോസ് ചെയ്യുന്നത് ഒരു മൈക്രോ ഓർഗാനിസമാണ്. എന്നാൽ ഈ മൈക്രോ ഓർഗാനിസം ബാക്ടീരിയേക്കാൾ ചെറുതായിരുന്നു. ബാക്ടീരിയേക്കാൾ ചെറിയൊരു മൈക്രോ ഓർഗാനിസമാണ് മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ ഉണ്ടാക്കിയത്. കാരണം അയാൾ ഒരു ഫിൽറ്റർ ഉണ്ടാക്കി. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിൽട്രേഷൻ നടത്താൻ ഇതൊരു ഫിൽറ്ററാണെന്ന് വെച്ചു എങ്കിൽ അതിൽ ഹോൾസാണ് ഈ സർക്കിളായിട്ട് വരച്ചത്. അപ്പോൾ ഈ ഹോൾസ് ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയക്ക് ഇതിനകത്തൂടെ കടന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. കാരണം ബാക്ടീരിയയുടെ സൈസിനേക്കാൾ ചെറിയ ഹോൾസാണിത്. അതുകൊണ്ട് ബാക്ടീരിയക്ക് ഇതിനകത്തോട്ട് കടന്നു വരാൻ പറ്റില്ല. പക്ഷേ ഇയാൾ നോക്കിയപ്പോൾ ഈ ഓർഗാനിസംസ് ഈ ഹോൾസിൽ കൂടെ കടന്ന് ഇപ്പുറത്ത് വന്നു ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സിലൂടെ. സോ എന്ത് മനസ്സിലാക്കാം, ഇവർ ബാക്ടീരിയയെക്കാട്ടിലും ചെറുതാണ്. അത്രയും കാര്യങ്ങളാണ് ഡിമിട്രി ഇവാനോസ്കി കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ് 1898 ആയപ്പോഴേക്ക് MW ബെയ്ജർനിക് അയാൾ എന്ത് ചെയ്തു, ഈ ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ് ഓഫ് ടൊബാക്കോ ഇല്ലേ, ഇതിനെല്ലാം കൂടെ എടുത്ത് അരച്ച് അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കി. ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെല്ലാം കൂടെ എടുത്ത് അരച്ച് അതിൻ്റെ ഒരു ചാറ് പോലെ ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് അത് ഹെൽത്തി പ്ലാന്റ്സിൽ കൊണ്ടിട്ടു. ഹെൽത്തി പ്ലാന്റ്സിൽ കൊണ്ട് ഒഴിച്ചപ്പോൾ എന്താ, ഹെൽത്തി പ്ലാന്റ്സിനും ഈ ഇൻഫെക്ഷൻ വന്നു. അതാണ് അയാൾ ചെയ്ത സ്റ്റഡി. അപ്പോൾ അദ്ദേഹമാണ് വൈറസ് എന്ന് പറഞ്ഞ ഒരു നെയിം കോയിൻ ചെയ്തത്. MW ബെയ്ജർനിക്കാണ്. അതുപോലെ അയാൾ ആ ചെടിയുടെ അരച്ചെടുത്ത എക്സ്ട്രാക്റ്റ് ഇല്ലേ, അതിനെ കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്ന് വിളിച്ചു. ആ എക്സ്ട്രാക്റ്റിനെ കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്ന് വിളിച്ചു. അതിൻ്റെ മീനിങ് ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്നാണ് അദ്ദേഹം ഈ എക്സ്ട്രാക്റ്റിനെ വിളിച്ചത്, കണ്ടേജിയം വൈവം ഫ്ലൂയിഡം. ഇനി അതിന് കാരണമാകുന്ന ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ വൈറസ് എന്നും വിളിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് 1935 WM സ്റ്റാൻലി എന്ത് ചെയ്തു, അയാൾ തെളിയിച്ചത് വൈറസിനെ നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, കൂടുതലും അവർ പ്രോട്ടീൻസ് കൊണ്ടാണ് അവരുണ്ടാക്കിയേക്കുന്നത്. വൈറസിൻ്റെ ഉള്ളിൽ കൂടുതലും പ്രോട്ടീൻസ് ഉണ്ട്, അതുകൊണ്ട് അതിനെ നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും എന്ന് WM സ്റ്റാൻലി കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യം ഡിമിട്രി ഇവാനോസ്കി ടൊബാക്കോ പ്ലാന്റിൽ മൊസൈക്ക് ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു മൈക്രോബ്സ് ഉണ്ടെന്നും അത് ബാക്ടീരിയയേക്കാൾ ചെറുതാണെന്നും കണ്ടുപിടിച്ചു. അതിനുശേഷം MW ബെയ്ജർനിക് ഡിസീസ്ഡ് പ്ലാന്റ്സിനെ എല്ലാം കൂടെ അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കി അത് ഹെൽത്തി പ്ലാന്റിലേക്ക് കൊടുത്തു. അപ്പോഴത്തേക്ക് ഹെൽത്തി പ്ലാന്റ്സും ഇൻഫെക്റ്റഡ് ആയി. അതുകൊണ്ട് ഈ ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ വൈറസ് എന്നും ആ എക്സ്ട്രാക്റ്റിനെ കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്നും വിളിച്ചു. അതിൻ്റെ മീനിങ് ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് എന്നാണ്. ഇനി അതിനുശേഷം WM സ്റ്റാൻലി പറഞ്ഞു വൈറസിനെ നമുക്ക് ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും, കാരണം അവർ കൺസിസ്റ്റ് ഓഫ് ലാർജ്ലി ഓഫ് പ്രോട്ടീൻസ്. ഇനി വൈറസിനെ നമ്മൾ ട്രൂലി ലിവിങ് ആയിട്ട് കണക്കാക്കുന്നില്ല. കാരണം എന്താണ്, അവർ ഹോസ്റ്റ് സെല്ലിൻ്റെ പുറത്തായിരിക്കുമ്പോൾ ഇനേർട്ടാണ്. അതായത് ഇനേർട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത, കെമിസ്ട്രിയിലൊക്കെ ഇനേർട്ട് എലമെൻറ്റ്സ് എന്ന് പഠിച്ചിട്ടില്ലേ, അതായത് അത് വേറൊന്നുമായിട്ട് റിയാക്ട് ചെയ്യാത്തവർ. വൈറസും അതുപോലെ തന്നെയാണ്. ഇതൊരു ഹോസ്റ്റ് സെല്ലാണെങ്കിൽ ഹോസ്റ്റ് സെല്ലിൻ്റെ അകത്ത് കയറുമ്പോഴാണ് അത് ഡിസീസ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഹോസ്റ്റ് സെല്ലിൻ്റെ പുറത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വൈറസിന് പ്രത്യേകിച്ച് അതൊന്നും ചെയ്യുന്നില്ല, ഒന്നുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് ഇനേർട്ടാണ്, ഔട്ട്സൈഡ് ഹോസ്റ്റ് സെൽ. ഇനി വൈറസ് എന്താണ്, ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ്. അതായത് ഒരു ഹോസ്റ്റ് സെല്ലിൽ കയറിക്കഴിഞ്ഞ് ഈ ഹോസ്റ്റ് സെല്ലിനെ ഉപയോഗിച്ച് അവരുടെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. അവർക്ക് ആവശ്യമായ ന്യൂട്രീഷൻ എല്ലാം ഹോസ്റ്റ് സെല്ലിൽ നിന്ന് എടുക്കുന്നു. അതായത് അവർ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, ഹോസ്റ്റിനെ ഉപയോഗിച്ച് അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നു.
അതുകൊണ്ട് അവർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് വൈറസ്? നോൺ സെല്ലുലാർ ഓർഗാനിസംസ് that are characterized by having an inert crystalline structure outside the living cell. ലിവിങ് സെല്ലിൻ്റെ ഔട്ട്സൈഡിലായിരിക്കുമ്പോൾ അവർക്കൊരു ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ് ഉള്ളത്. ഇനി വൈറസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ജനറ്റിക് മെറ്റീരിയൽ അതൊന്നെങ്കിൽ RNA ആവാം അല്ലെങ്കിൽ DNA ആവാം. ഇനി എന്താ, അതിന് ചുറ്റും ഒരു പ്രോട്ടീൻ കോട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ വൈറസിൽ പ്രോട്ടീൻസ് ആൻഡ് ജനറ്റിക് മെറ്റീരിയലാണ് ഉള്ളത്. എ വൈറസ് ഈസ് എ ന്യൂക്ലിയോ പ്രോട്ടീൻ ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഇൻഫെക്ഷ്യസ്. ജനറ്റിക് മെറ്റീരിയലാണ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു വൈറസിന് പ്രോട്ടീൻ കോട്ടുണ്ടെന്ന്. ഈ പ്രോട്ടീൻ കോട്ടിനെയാണ് ക്യാപ്സിഡ് എന്ന് വിളിക്കുന്നത്. വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ടാണ് ക്യാപ്സിഡ്. ഇനി ക്യാപ്സിഡ് ഒരുപാട് ക്യാപ്സോമിയേഴ്സ് ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറേ ക്യാപ്സോമിയേഴ്സ് ചേർന്നിട്ടാണ് ഒരു ക്യാപ്സിഡ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ ഈ ഓരോന്നിനെയാണ് ക്യാപ്സോമിയേഴ്സ് എന്ന് പറയുന്നത്. ഇത് മൊത്തം കൂടെ ചേർന്ന ക്യാപ്സിഡ് ആവും. പ്രോട്ടീൻ കോട്ടാണ് ക്യാപ്സിഡ്. ക്യാപ്സിഡിൻ്റെ ഓരോ യൂണിറ്റും അതിനെയാണ് ക്യാപ്സോമിയേഴ്സ് എന്ന് പറയുന്നത്. ഈ ക്യാപ്സോമിയേഴ്സിനെ ഹെലിക്കലായിട്ടോ പോളിഹെഡ്രലായിട്ടോ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്നെങ്കിൽ ഹെലിക്കലായിട്ട്, ഹെലിക്കൽ ഇങ്ങനെ ഹെലിക്സ് പോലെ, അല്ലെങ്കിൽ പോളിഹെഡ്രൽ, അങ്ങനെ ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇനി ഈ ക്യാപ്സിഡ് അതായത് പ്രോട്ടീൻ കോട്ട് എന്താ ചെയ്യുന്നത്? ന്യൂക്ലിക് ആസിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ, അതാവുന്നെങ്കിൽ RNA ആവാം അല്ലെങ്കിൽ DNA ആവാം. RNAയും DNAയും ന്യൂക്ലിക് ആസിഡ്സ് ആണ്. ഇതിൻ്റെ പ്രൊട്ടക്ഷനാണ് ക്യാപ്സിഡിൻ്റെ ഫങ്ഷൻ. ഇനി ജനറ്റിക് മെറ്റീരിയൽ എന്താ? ഒന്നുകിൽ RNA അല്ലെങ്കിൽ DNA ആയിരിക്കും. ഇനി പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസ് സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസസ് ആണ്. അതായത് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഒരു RNA ആണ്. ഇനി ആനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതാണെങ്കിലോ എയ്തർ സിംഗിൾ ഓർ ഡബിൾ സ്ട്രാൻഡഡ് RNA ഓർ ഡബിൾ സ്ട്രാൻഡഡ് DNA. ഒന്നുകിൽ ഒരു സിംഗിൾ സ്ട്രാൻഡ് RNA ആയിരിക്കും, അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡ് RNA ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡബിൾ സ്ട്രാൻഡ് DNA ആയിരിക്കും. ഇനി ഇതുകൂടാതെ ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസസ് ഉണ്ട്. ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസാണ് ബാക്ടീരിയോഫേജസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ വൈറസസ്. ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസാണ് ബാക്ടീരിയൽ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയോഫേജസ്. ഇത് ഡബിൾ സ്ട്രാൻഡഡ് DNA വൈറസാണ്. ഇനി വൈറസ് ആനിമൽസിൽ ഉണ്ടാക്കുന്ന കുറച്ച് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്? മംസ്, അതായത് നമ്മൾ മുണ്ടിനീരെന്നൊക്കെ പറയത്തില്ലേ, മംസ്. പിന്നെ സ്മാൾ പോക്സ്, ഹെർപ്പിസ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ്. ഇനിയുണ്ട് കുറേ ഡിസീസസ്. ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം കൂടുതലായിട്ടും ഹ്യൂമൻസിലുണ്ടാക്കുന്ന ഡിസീസസ് ആണ് മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പിസ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ്. ഇനി പ്ലാന്റ്സിൽ വൈറസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്? സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ. പ്ലാന്റ്സിനെ വൈറസ് ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മൊസൈക്ക് ഫോർമേഷൻ, അതായത് ഇങ്ങനെ മൊസൈക്ക് ഒരു പാറ്റേൺ ആണത്. അങ്ങനെ മൊസൈക്ക് ഫോർമേഷൻ, അല്ലെങ്കിൽ ലീഫ് റോളിങ് ആൻഡ് ലീഫ് കേളിങ്, ഇല ഇങ്ങനെ ചുരുണ്ട് വരിക, അല്ലെങ്കിൽ യെല്ലോയിങ്, ഇല മഞ്ഞ കളറാണ്, യെല്ലോയിങ് ആൻഡ് വെയിൻ ക്ലിയറിങ്. ഇലയ്ക്ക് അതിങ്ങനെ വെയിൻസ് പോലെ ഇല്ലേ, ആ വെയിൻസ് എല്ലാം ക്ലിയർ ആവുന്നു. അതുപോലെ യെല്ലോയിങ്, അല്ലെങ്കിൽ ഡ്വാർഫിങ്, മുരടിച്ചു പോവുക, ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച മുരടിച്ചു പോവുക. ഇതൊക്കെയാണ് വൈറസ് ഇൻഫെക്റ്റഡ് പ്ലാന്റ്സിൻ്റെ ലക്ഷണങ്ങൾ. അടുത്ത ഒരു ഓർഗാനിസംസ് ആണ് വൈറോയിഡ്സ്. ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടാത്ത അടുത്ത ഒരു ആൾക്കാരാണ് വൈറോയിഡ്സ്. ഈ വൈറോയിഡ്സിനെ T.O. ഡീനർ ആണ് ഡിസ്കവർ ചെയ്തത്. 1971 T.O. ഡീനർ ഒരു ന്യൂ ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനെ കണ്ടുപിടിച്ചു. ഇവരെന്താണ്? സ്മോളർ ദാൻ വൈറസസ് ആണ്. അതായത് ബാക്ടീരിയ ഉണ്ടല്ലോ, ബാക്ടീരിയേക്കാളും ചെറുതായിട്ടുള്ള ആൾക്കാരായിരുന്നു വൈറസ്. ഈ വൈറസിനേക്കാൾ ചെറുതാണ് വൈറോയിഡ്സ്.
ഈ വൈറോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്രീ RNA ആണ്. ഒരു RNA, ഫ്രീ ആയിട്ടുള്ള ഒരു RNA, ഇതാണ് വൈറോയ്ഡ്. വൈറസിന് എന്താ? അതിൻ്റെ പുറത്തൊരു പ്രോട്ടീൻ കോട്ടും കൂടെ ഉണ്ടായിരുന്നു. ഇനി വൈറോയ്ഡിൻ്റെ RNA എന്ന് പറഞ്ഞാൽ ലോ മോളിക്കുലർ വെയിറ്റ് ആണ്. അതിന് വെയിറ്റും വളരെ കുറവാണ്. മോളിക്കുലർ വെയിറ്റ് വളരെ കുറവായിട്ടുള്ളൊരു ഫ്രീ ആയിട്ടുള്ളൊരു RNA ആണ് വൈറോയ്ഡ്. ഇവർക്ക് പ്രോട്ടീൻ കോട്ടില്ല. അതുകൊണ്ട് ഇവരെ വൈറോയ്ഡ് എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് പ്രിയോൺസ്. പ്രിയോൺസ് എന്ന് പറഞ്ഞാൽ അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ. സാധാരണ നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസിനൊക്കെ ഓരോ സ്ട്രക്ചറുണ്ട്. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി, ടെർഷ്യറി, അങ്ങനെയൊക്കെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇനി അങ്ങനെയൊന്നും അല്ലാതെ അബ്നോർമലായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്ന പ്രോട്ടീൻസിനെയാണ് പ്രിയോൺസ് എന്ന് വിളിക്കുന്നത്. ഇവരെന്താ? വൈറസിൻ്റെ ഏകദേശം സിമിലർ സൈസാണ് പ്രിയോൺസിന്. ഇനി ഇവർ കൂടുതലും ന്യൂറോളജിക്കൽ ഡിസീസസ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് നാഡീവ്യവസ്ഥയിലെ ഡിസീസസ് ആണ് ഇവർ കൂടുതലായിട്ടും പ്രിയോൺസ് കോസ് ചെയ്യുന്നത്. ഇനി പ്രിയോൺസ് നമ്മുടെ ക്യാറ്റിൽ, നമ്മുടെ പശു അങ്ങനെയൊക്കെയുള്ള ആനിമൽസിൽ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി അല്ലെങ്കിൽ BSE. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, ഇല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് മാഡ് കൗ ഡിസീസ്, ക്രാന്തിപ്പശു രോഗം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി ഓർ മാഡ് കൗ ഡിസീസ് അത് കോസ് ചെയ്യുന്നത് പ്രിയോൺസ് ആണ്. ഇവർക്ക് വൈറസിൻ്റെ ഏകദേശം സിമിലർ സൈസാണ്, പക്ഷേ ഇവരേതാണ്? അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ് ആണ്. ഇനി പ്രിയോൺസ് ഹ്യൂമൻസിൽ ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് ക്രൂട്സ്ഫെൽറ്റ് ജേക്കബ് ഡിസീസ്, CJD. ക്രൂട്സ്ഫെൽറ്റ് ജേക്കബ് ഡിസീസ് അത് ഹ്യൂമൻസിൽ പ്രിയോൺസ് കോസ് ചെയ്യുന്നൊരു ഡിസീസാണ്. അടുത്ത ക്ലാസ്സാണ് ലൈക്കൻസ്. ലൈക്കൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഓർഗാനിസം അല്ല, അതൊരു സിംബയോട്ടിക് അസോസിയേഷനാണ്. ലൈക്കൻ എന്ന് പറഞ്ഞാൽ ഒരു സിംബയോട്ടിക് അസോസിയേഷനാണ്, ഒരു സിംഗിൾ ഓർഗാനിസം അല്ല. ഇത് നമ്മൾ ഫംഗയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്കനെ പറ്റി. അപ്പോൾ സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വലി യൂസ്ഫുൾ അസോസിയേഷനാണ്. അതായത് രണ്ട് പാർട്ട്നേഴ്സിനും ബെനഫിറ്റ്സ് ഉണ്ടാകും. അങ്ങനത്തെ മ്യൂച്വലി യൂസ്ഫുൾ അസോസിയേഷനാണ് സിംബയോട്ടിക് അസോസിയേഷൻ. ഇതിലെ പാർട്ട്നേഴ്സ് ആൽഗയും ഫംഗയുമാണ് സിംബയോട്ടിക് അസോസിയേഷനിലെ പാർട്ട്നേഴ്സ്. ആൽഗൽ കമ്പോണൻറ്റിനെ ഫൈക്കോബയോണ്ട് എന്നാണ് വിളിക്കുന്നത്. വിളിക്കും. ഇത് ഓട്ടോട്രോപ്പിക് ആണ്. ഫംഗൽ കമ്പോണൻറ്റിനെ മൈക്കോബയോണ്ട് എന്നാണ് വിളിക്കുന്നത്. ഇത് ഹെട്രോട്രോപ്പിക് ആണ്. അതായത് ഫൈക്കോബയോണ്ട് അല്ലെങ്കിൽ ആൽഗൽ കമ്പോണൻറ്റ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് ആൽഗയ്ക്കും കൂടെ കൊടുക്കും. ഇനി ഫംഗൽ കമ്പോണൻറ്റ് ഒരു മൈക്കോബയോണ്ട്, അതായത് ഹെട്രോട്രോപ്പിക് ആണ്. അവർ ആൽഗയ്ക്ക് ഷെൽട്ടർ കൊടുക്കും, താമസിക്കാനുള്ളൊരു സ്ഥലം. അതുപോലെ തന്നെ ന്യൂട്രിയൻസ്, വാട്ടർ അതൊക്കെ അബ്സോർബ് ചെയ്യും. ആൽഗയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മിനറൽസ്, വാട്ടർ, ന്യൂട്രിയൻസ് ഇതൊക്കെ അബ്സോർബ് ചെയ്ത് കൊടുക്കുന്നത് ഫംഗയാണ്. അതുപോലെ ആൽഗയ്ക്ക് ഒരു ഷെൽട്ടറും കൊടുക്കും. പകരം ആൽഗ എന്ത് ചെയ്യും? ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഫംഗയ്ക്കും കൂടെ കൊടുക്കും. ഇനി ലൈക്കൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഇവർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സാണ്. അതായത് പൊല്യൂട്ടഡ് ഏരിയാസിൽ ലൈക്കന് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലൈക്കനുള്ള സ്ഥലം കണ്ടാൽ അവിടെ പൊല്യൂഷൻ ഇല്ലെന്നാണ് അർത്ഥം. പൊല്യൂഷനുള്ള ഏരിയയിൽ ലൈക്കൻസിന് താമസിക്കാൻ പറ്റില്ല. ഇനി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പ്ലാന്റ്, അനിമേലിയ അതൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. വൈറസ് സെല്ലുലാറാണ്, ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ്, DNA RNA കാണും, പ്രോട്ടീൻ കോട്ടായ ക്യാപ്സിഡ്, ലിവിങ് ഇൻസൈഡ് ഹോസ്റ്റ്, നോൺ ലിവിങ് ഔട്ട്സൈഡ്. ഔട്ട്സൈഡിൽ നോൺ ലിവിങ്ങും ഇൻസൈഡ് ദ ഹോസ്റ്റ് ലിവിങ്ങുമാണ്. വൈറൽ ഡിസീസ് എന്തൊക്കെയാണ്? ടൊബാക്കോ മൊസൈക്ക് ഡിസീസ്, അത് ടൊബാക്കോ മൊസൈക്ക് വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. ഇനി എയ്ഡ്സ്, അത് HIV. പോളിയോ വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. ഇൻഫ്ലുവൻസ വൈറസ്, COVID-19, SARS CoV-2. ഇനി അടുത്തതാണ് വൈറോയിഡ്. അത് സ്മോളസ്റ്റ് ഇൻഫെക്ഷ്യസ് ഏജൻ്റാണ്. ഒരു സർക്കുലർ RNA മാത്രമേ ഉള്ളൂ. അവർക്ക് പ്രോട്ടീൻ കോട്ട് ഇല്ല. പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു
എക്സാമ്പിളാണ് വൈറോയിഡ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറോയിഡ്. പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസാണ് ഉണ്ടാക്കുന്ന വൈറോയിഡാണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ വൈറോയിഡ്. അടുത്തത് പ്രിയോൺസ്. ഒരു ഇൻഫെക്ഷ്യസ് പ്രോട്ടീനാണ്, അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീനാണ്. ഒരു പിക്ചറുണ്ട്, നോർമൽ പ്രോട്ടീൻ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ പ്രിയോൺസ് മിസ്ഫോൾഡഡ് ആണ്. അത് കൂടുതലും ന്യൂറോളജിക്കൽ ഡിസീസസ് ആണ് ഉണ്ടാക്കുന്നത്. ന്യൂക്ലിക് ആസിഡ് ഒന്നുമില്ല, പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ BSc ക്രൂഡ്സ്വെൽ ജേക്കബ് ഡിസീസ്. ലൈക്കൻ, ഫംഗസും ആൽഗയും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷൻ. ഫംഗസ് പ്രൊവൈഡ്സ് വാട്ടർ ആൻഡ് ഷെൽട്ടർ, ആൽഗെ പെർഫോംസ് ഫോട്ടോസിന്തസിസ്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. പ്ലാന്റ്സ് എന്താ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ എക്കോളജിക്കൽ ബാലൻസിൽ പ്ലാന്റ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. നമ്മൾ പറയില്ലേ, കൂടുതൽ മരങ്ങളൊക്കെ വെട്ടിക്കഴിയുമ്പോൾ മഴ കുറയും, കാലാവസ്ഥയൊക്കെ മാറും. അങ്ങനെ കാലാവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്നതിൽ പ്ലാന്റ്സിന് നല്ല പങ്കുണ്ട്. പിന്നെ ലൈക്കൻ എന്താ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സാണ്. പിന്നെ പ്ലാന്റിലേക്ക് സെല്ലോസ് വാളുണ്ട്, അനിമേലിയയിൽ സെൽ വാൾ ഇല്ല. വൈറസിന് DNA RNA ഉണ്ട്. വൈറോയിഡിന് ഒരു നേക്കഡ് RNA ആണുള്ളത്. പ്രിയോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ, മിസ്ഫോൾഡഡ് ആണ്. ലൈക്കൻ എന്ന് പറഞ്ഞാൽ ഫംഗസും ആൽഗയും കൂടെ ചേർന്നിട്ടുള്ള സിംബയോട്ടിക് അസോസിയേഷനാണ്. ഇത്രയാണ് ഈ ടോപ്പിക്ക്. ഇനി ഇതിൻ്റെ MCQs ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഇത് 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ദ പ്രോട്ടീനേഷ്യസ് ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾ കോസിങ് ഡിസീസസ് ലൈക്ക് മാഡ് കൗ ഡിസീസ്. മാഡ് കൗ ഡിസീസ് നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ, മാഡ് കൗ ഡിസീസ് ഉണ്ടാക്കുന്ന ആരാണ്? അപ്പോൾ ഓപ്ഷൻ വൈറോയിഡ്, പ്രിയോൺ, വൈറസ് ആൻഡ് മൈക്കോപ്ലാസ്മ. സോ കറക്റ്റ് ആൻസർ ഈസ് പ്രിയോൺ. ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, പ്രിയോൺസ് ഉണ്ടാക്കുന്ന ഡിസീസാണ് മാഡ് കൗ ഡിസീസ് ഓർ BSc. ആൻഡ് ഹ്യൂമൻസിൽ ഉണ്ടാക്കുന്നത് ക്രൂസ്ഫെൽറ്റ് ജേക്കബ് ഡിസീസ്. സോ ഓപ്ഷൻ ബി പ്രിയോൺ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് വൈറസസ്. വൈറസിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചു നോക്കുക, എന്നിട്ട് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വൈറസസ് ആർ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ്. വൈറസ് സെല്ലിനകത്ത് എന്താണ്? ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ്. ഇത് റൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. വൈറസ് കണ്ടെയ്ൻ എയ്തർ DNA ഓർ RNA ആസ് എ ജനറ്റിക് മെറ്റീരിയൽ. വൈറസിന് ഒന്നുകിൽ ഒരു RNA അല്ലെങ്കിൽ ഒരു DNA, അതാണ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. സോ ആൻസർ ഓപ്ഷൻ എ. ബോത്ത് A and B ആർ കറക്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ്? ഓപ്ഷൻ എ. പ്ലാന്റ്സ് ആർ ഹെറ്ററോട്രോപിക്. പ്ലാന്റ്സ് ഹെറ്ററോട്രോപിക് ആണ്. ആണോ? അല്ല, പ്ലാന്റ്സ് ഓട്ടോട്രോപിക് ആണ്. പ്ലാന്റ്സ് ആർ ഓട്ടോട്രോപ്സ്. ഓപ്ഷൻ ബി. മെമ്പേഴ്സ് ഓഫ് കിങ്ഡം അനിമേലിയ പൊസസ് സെൽ വോൾ. തെറ്റാണ്. അനിമേലിയയ്ക്ക് സെൽ വോൾ ഇല്ല. മെമ്പേഴ്സ് ഓഫ് കിങ്ഡം അനിമേലിയയ്ക്ക് സെൽ വോൾ ഇല്ല. ഓപ്ഷൻ സി. മെമ്പേഴ്സ് ഓഫ് കിങ്ഡം പ്ലാന്റ് ആർ ഓട്ടോട്രോപിക് യൂക്യാരിയോട്സ്. കിങ്ഡം പ്ലാന്റിലുള്ളവർ ഓട്ടോട്രോപിക് യൂക്യാരിയോട്സ് ആണ്. കറക്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ആനിമൽസ് പെർഫോം ഫോട്ടോസിന്തസിസ്. ആനിമൽസ് ഫോട്ടോസിന്തസിസ് ചെയ്യുമോ? ഇല്ല. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈറോയിഡ്സ് ഡിഫർ ഫ്രം വൈറസ് ഇൻ ഹാവിങ്. വൈറോയിഡ്സും വൈറസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ? ഓപ്ഷൻ എ. DNA ജീനോം എൻക്ലോസ്ഡ് ബൈ പ്രോട്ടീൻ കോട്ട്. ഓപ്ഷൻ ബി. RNA ജീനോം എൻക്ലോസ്ഡ് ബൈ പ്രോട്ടീൻ കോട്ട്. ഓപ്ഷൻ സി. നേക്കഡ് സർക്കുലർ RNA മോളിക്യൂൾ വിത്തൗട്ട് പ്രോട്ടീൻ കോട്ട്. ഓപ്ഷൻ ഡി. DNA വിത്തൗട്ട് പ്രോട്ടീൻ കോട്ട്. അപ്പം വൈറോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നേക്കഡ് സർക്കുലർ RNA മോളിക്യൂൾ വിത്തൗട്ട് പ്രോട്ടീൻ കോട്ടാണ് വൈറോയിഡ്സ്. ഇവിടെ വൈറസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വൈറസ് ഇൻ ഹാവിങ്. വൈറസിന് എന്താ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. RNA ജീനോം എൻക്ലോസ്ഡ് ബൈ എ പ്രോട്ടീൻ കോട്ട്. ഇവിടെ എന്താണ് DNA ജീനോം എൻക്ലോസ്ഡ് ബൈ പ്രോട്ടീൻ കോട്ട് വരാത്തതെന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അതിന് കാരണം ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വൈറോയിഡ് വൈറസിൽ നിന്ന് എങ്ങനെയാണ് ഡിഫർ ചെയ്തിരിക്കുന്നത്.
വൈറോയിഡ്സിന് ഒരു ഒരു സർക്കുലർ നേക്കഡ് RNA ആണുള്ളത്. വൈറസിനോ ഒന്നെങ്കിൽ RNA ആയിരിക്കും അല്ലെങ്കിൽ DNA ആയിരിക്കും. പക്ഷേ വൈറസിനെയും വൈറോയിഡിനെയും കൂടെ നോക്കുമ്പോൾ രണ്ടുപേർക്കും RNA ഉണ്ട്. അപ്പോൾ രണ്ടുപേരും സിമിലർ ആണ്. പിന്നെ എന്താണ് ഡിഫറൻസ്? ഈ RNAയുടെ ചുറ്റും വൈറസിനൊരു പ്രോട്ടീൻ കോട്ടുണ്ട്, പക്ഷേ വൈറോയിഡിന് പ്രോട്ടീൻ കോട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് RNA ജീനോം എൻക്ലോസ്ഡ് ബൈ പ്രോട്ടീൻ കോട്ട് എന്നുള്ളത് ആൻസർ ആയത്. DNA ജീനോം എൻക്ലോസ്ഡ് ബൈ പ്രോട്ടീൻ കോട്ട് എന്ന് നമ്മൾ ആൻസർ സെലക്ട് ചെയ്താൽ അതിൻ്റെ അർത്ഥം വൈറോയിഡിനും DNA ഉണ്ട്, പക്ഷേ വൈറസിന് മാത്രമേ DNAയുടെ പുറത്ത് ഒരു പ്രോട്ടീൻ കോട്ട് ഉള്ളെന്നാണ് അത് സെലക്ട് ചെയ്ത അതിൻ്റെ അർത്ഥം. പക്ഷേ വൈറോയിഡിന് DNA ഇല്ല, വൈറോയിഡിനുള്ളത് RNA ആണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആയത്. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 വൈറസ്, വൈറോയിഡ്, പ്രിയോൺ. ലിസ്റ്റ് 2 പ്രോട്ടീനേഷ്യസ് ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾ, നേക്കഡ് RNA, DNA or RNA enclosed in protein coat. ഫസ്റ്റ് ഇന്ന് വൈറസ് എന്താണ്? DNA or RNA enclosed in protein coat. A3 രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. B1 ആണോ 2 ആണോ നോക്കുക. വൈറോയിഡ് എന്ന് പറഞ്ഞത് എന്താണ്? ഒരു നേക്കഡ് RNA ആണ്. അപ്പോൾ B2. സോ C1 പ്രിയോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടീനേഷ്യസ് ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾ ആണ്, അതായത് മിസ്ഫോൾഡഡ് പ്രോട്ടീൻ. സോ ഓപ്ഷൻ A is the right answer. Which one of the following is an example of virus having RNA as a genetic material? താഴെ കൊടുത്തിരിക്കുന്ന ഏത് വൈറസിനാണ് ജനറ്റിക് മെറ്റീരിയൽ RNA ആയിട്ടുള്ളത്? ഒന്ന് ടൊബാക്കോ മൊസൈക്ക് വൈറസ്, അഡിനോ വൈറസ്, ബാക്ടീരിയോഫേജ്, ഹെർപ്പിസ് വൈറസ്. ഇതിൽ അഡിനോ വൈറസിനാണ് RNA ഉള്ള. RNA വൈറസ് അഡിനോ വൈറസ് ആണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഓരോന്നിനും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് പഠിക്കണം. 7th question. ലൈക്കൻസ് ആർ അസോസിയേഷൻ ബിറ്റ്വീൻ എന്താണ്? ആൽഗെ ആൻഡ് ഫംഗി. ആൽഗയും ഫംഗിയും തമ്മിലുള്ള അസോസിയേഷനാണ് ലൈക്കൻസ്. 8th question. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ്? സ്റ്റേറ്റ്മെൻറ്റ് 1 വൈറസ് റീപ്രൊഡ്യൂസ് ഇൻഡിപെൻഡൻ്റ്ലി ഔട്ട്സൈഡ് ദ ഹോസ്റ്റ്. വൈറസ് ഇതൊരു ഹോസ്റ്റ് സെല്ലാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിയുമ്പോഴാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ പുറത്ത് വെച്ച്, ഹോസ്റ്റ് സെല്ലിൻ്റെ പുറത്ത് വെച്ച് ഇവരൊരു ഇനേർട്ട് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള മെറ്റീരിയലായിട്ട് മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ വൈറസസ് റീപ്രൊഡ്യൂസ് ഇൻഡിപെൻഡൻ്റ്ലി ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റാണ്. നെക്സ്റ്റ് വൈറസസ് മൾട്ടിപ്ലൈ ഓൺലി ഇൻസൈഡ് ലിവിങ് സെൽസ്. വൈറസ് ലിവിങ് സെൽസിൻ്റെ അകത്ത് വെച്ച് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. ഇത് കറക്റ്റാണ്. സോ ഓൺലി 2 ഈസ് റൈറ്റ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് താഴെയുള്ള ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടിയോ ഡീനർ ഡിസ്കവേർഡ് വൈറോയിഡ്സ്. ഇത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. വൈറോയിഡ്സിനെ ടിയോ ഡീനറാണ് ഡിസ്കവർ ചെയ്തത്. വൈറോയിഡ്സ് ഇൻഫെക്റ്റ് ഹയർ പ്ലാന്റ്സ്. വൈറോയിഡ്സ് ഹയർ പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യും. 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. ഇത് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അസേർഷൻ ലൈക്കൻസ് ആർ എക്സലൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ. വായു മലിനീകരണത്തിൻ്റെ നല്ല ഇൻഡിക്കേറ്റേഴ്സാണ് ലൈക്കൻസ്. ഇത് കറക്റ്റാണ്. നമ്മൾ ലാസ്റ്റ് വേർഷൻ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ലൈക്കൻസ് ആർ ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ഇനി റീസൺ ദേ ആർ ഹൈലി സെൻസിറ്റീവ് ടു സൾഫർ ഡയോക്സൈഡ്. ലൈക്കൻസ് സൾഫർ ഡയോക്സൈഡിനോട് ഹൈലി സെൻസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. ഇതും കറക്റ്റാണ്. കാരണം നമുക്കറിയാം എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്യാസാണ് സൾഫർ ഡയോക്സൈഡ്. ഈ ലൈക്കൻസ് സൾഫർ ഡയോക്സൈഡിനോട് ഹൈലി സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ പൊല്യൂട്ടഡ് ഏരിയാസിൽ ഇവർക്ക് വളരാൻ പറ്റില്ല. അതുകൊണ്ട് ലൈക്കൻസിനെ കാണപ്പെടുന്ന സ്ഥലത്ത് അത് പൊല്യൂട്ടഡ് അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ അസേർഷനും റീസണും കറക്റ്റുമാണ്.
അതുപോലെ റീസൺ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുമുണ്ട്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അസേർഷൻ ഓൾ വൈറസസ് ആർ പത്തോജനിക് ടു ഹ്യൂമൻസ്. എല്ലാ വൈറസും ഹ്യൂമൻസിന് പത്തോജനിക്, അതായത് വൈറസ് എല്ലാം മനുഷ്യന് അസുഖങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. ഇത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത റീസൺ. സം വൈറസ് ഇൻഫെക്ട് പ്ലാന്റ്സ് ആൻഡ് ബാക്ടീരിയ ഇൻസ്റ്റെഡ് ഓഫ് ഹ്യൂമൻസ്. റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ചില വൈറസ് പ്ലാന്റ്സിനെയും ബാക്ടീരിയയും ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഹ്യൂമൻസിനെ മാത്രമല്ല, പ്ലാന്റ്സിനെയും ബാക്ടീരിയയും ചില വൈറസ് ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇതും കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ മാർക്ക് ചെയ്യരുത്. കാരണം എന്താ? അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല റീസൺ. അസേർഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വൈറസും ഹ്യൂമൻസിന് അസുഖം ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വൈറസ് ഹ്യൂമൻസിന് അസുഖം ഉണ്ടാക്കുന്നതെന്നാണ് റീസണിൽ വരേണ്ടത്. പക്ഷെ റീസണിൽ അതല്ല വന്നേക്കുന്നത്. റീസണിൽ പറഞ്ഞിരിക്കുന്നത് വൈറസ് പ്ലാന്റ്സിനെയും ബാക്ടീരിയയും ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അത് അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സോ താങ്ക് യു.